ഡിസംബറിൻ്റെ വരവോടുകൂടെ നല്ല തണുപ്പും നല്ല മഞ്ഞുമാണ് ഇപ്പോൾ. അത് മോർണിംഗ് എന്നില്ല ഈവനിംഗ് എന്നില്ല, രണ്ടു നേരവും ഒരുപോലെ മഞ്ഞിനും തണുപ്പിനും ഒരു കുറവുമില്ല. കാലത്ത് അങ്ങനെ മടി പിടിച്ച് മുറ്റത്തോട്ട് നോക്കിയപ്പോഴാണ് നമ്മുടെ കാക്കപ്പൂവിൻ്റെ തോട്ടത്തിൽ നിറയെ ഇതുപോലെ പ്ലാവില വീണ് കിടക്കുവാണ്. നിങ്ങളും ഈ ഫ്ലവറിനെ കാക്കപ്പൂന്ന് തന്നെയാണോ പറയാറ്? നമ്മളിവിടെ കോമൺ ആയിട്ട് ആ പേരാണ് യൂസ് ചെയ്യണത്. നെറ്റിൽ നോക്കിയ സമയത്ത് വിഷ് ബോൺ ഫ്ലവർ എന്നൊക്കെ പേരുണ്ടെന്ന് കൂടെ കണ്ടു കേട്ടോ. പക്ഷേ എല്ലാ സ്ഥലത്തും ഇതിനെ ഓൾമോസ്റ്റ് കാക്കപ്പൂന്ന് തന്നെയാണ് പറയാന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തായാലും രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. പ്ലാവില മാത്രമല്ല കേട്ടോ, ക്ലീൻ ചെയ്ത് വന്നപ്പോഴാണ് ഇതുപോലുള്ള ചുള്ളിക്കഷ്ണങ്ങളും വീണ് കിടക്കുന്നത് ശ്രദ്ധിച്ചത്. ഞാനിത് ശരിക്കും ഒരു പോട്ടിലായിരുന്നു കൊണ്ടുവന്ന് വെച്ചത്. പക്ഷെ അതിൽ ഇതുപോലെ ഒന്നും നല്ല ഗ്രോത്ത് ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു കഷ്ണം ഇതുപോലെ നിലത്ത് വെച്ചതാണ് കേട്ടോ. പോട്ടിലത് നശിച്ചു പോവുകയും ചെയ്തു. ഇതൊരു ബെഡ് പോലെ നിറയെ പടർന്ന് പന്തലിച്ച് ഫ്ലവേഴ്സായിട്ട് നിൽക്കുവാണിപ്പോൾ. ആ ഒരു സൈഡിലോട്ട് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. നിറയെ ഇതുപോലെ ബ്ലൂ കളറായിട്ട് നല്ല രസമായിട്ടാണ് നിൽക്കുന്നത്. അധികം വെയിലൊന്നും വേണ്ട. ഒരു ഏകദേശം ഷെയ്ഡൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ്, നല്ല അത്യാവശ്യം മോയ്സ്റ്റൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഇത് പിടിച്ച് കിട്ടുകയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ പടർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അടിച്ച് കളയാനൊന്നും പറ്റില്ല. ഇതുപോലെ കൈകൊണ്ട് എടുത്ത് കളയാനേ നിവർത്തിയുള്ളൂ. അതുപോലെ തന്നെ ഇലകൾക്ക് പുറമെ ഇത്തരം പുല്ലുകളും നിറയെ പിടിച്ച് നിൽപ്പുണ്ട്. ഞാൻ അതൊന്നും പറിക്കാൻ പോയില്ല. കാരണം പുല്ല് പറിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചെടി കൂടെയാണ് കേട്ടോ ഇങ്ങോട്ട് പറഞ്ഞു പോരുന്നത്. അപ്പോൾ ഇലകളും അതുപോലെ തന്നെ കിടന്നിരുന്ന കമ്പുകളൊക്കെ ഞാൻ എടുത്ത് ഒരുവിധം മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്.